സ്വർണം വിൽക്കുമ്പോഴല്ല, ഏത് പ്രോഡക്റ്റ് വിൽക്കുമ്പോഴും അതിൻ്റെ മാർക്കറ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണോ ഇപ്പോൾ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് ആൻസർ. ഏത് നിക്ഷേപത്തെ നമ്മൾ കരുതുമ്പോഴും പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. ഹ്രസ്വകാല ആവശ്യങ്ങൾക്ക് ഒരിക്കലും ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആയിരിക്കില്ല നല്ലത്. ദീർഘകാല ആവശ്യങ്ങൾക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് വളരെ നല്ലതാണ്. സ്വർണം വിൽക്കുമ്പോൾ വലിയ നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരാൾ ശ്രദ്ധിക്കേണ്ടത്? സ്വർണം വിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, സ്വർണം വിൽക്കുമ്പോഴല്ല, ഏത് പ്രോഡക്റ്റ് വിൽക്കുമ്പോഴും അതിൻ്റെ മാർക്കറ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അത് എപ്പോൾ വിൽക്കണം, എങ്ങനെ വിൽക്കണം, എവിടെ വിൽക്കണം ഒക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വർണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് അല്ല. അത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ജുവലേഴ്സ് ഉണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ മാർക്കറ്റിലെ ഏറ്റവും നല്ല വില അന്വേഷിച്ച് അവരുമായിട്ട് ചർച്ച ചെയ്ത് എത്ര തേയ്മാനം കുറയും, എത്ര കുറയാം, ഏതൊക്കെ മാർക്കുള്ള BIS മാർക്കുള്ളതാണോ അല്ലാത്തതാണോ, സ്റ്റാൻഡേർഡൈസ്ഡ് ക്വാളിറ്റി ഉള്ളതാണോ, ഇതിന് എത്ര വില നിങ്ങൾ തരും എന്നുള്ളത് വ്യക്തമായി ഉറപ്പാക്കിയതിന് ശേഷം നിങ്ങൾ അതിന് നെഗോഷിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അത് ട്രാൻസാക്ഷൻ നടത്തുക. അപ്പോൾ പരമാവധി വില ഉറപ്പിച്ചതിന് ശേഷം പരമാവധി വിലയിൽ വിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ദൃശ്യമാണ് പല ദിവസങ്ങളിലും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ? സ്വർണത്തെ നിക്ഷേപമായിട്ട് കരുതുന്ന ഒരാളെ സംബന്ധിച്ച് സ്വർണ്ണ നിക്ഷേപം നമുക്കറിയാം, ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങുകയും കൂടിയ വിലയിൽ വിൽക്കുമ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാകുന്നത്. ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണോ ഇപ്പോൾ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് ആൻസർ. അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം വരുന്ന മാസങ്ങളിൽ നമുക്ക് കൂടുതൽ നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് സ്വർണത്തിലേക്ക് നിക്ഷേപം എന്നുള്ള നിലയിൽ നിക്ഷേപ മാർഗങ്ങളിലൂടെ നിക്ഷേപിക്കാം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും നല്ല നിക്ഷേപം ഏതാണ്? സ്വർണത്തിൽ നിക്ഷേപിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. സ്വർണം നമ്മുടെ ജ്വല്ലറി ആയിട്ടല്ല നിക്ഷേപത്തിനെ പ്രധാനമായിട്ടും കാണേണ്ടത്. സ്വർണ്ണ നിക്ഷേപത്തിന് പല മാർഗങ്ങളിലൊന്ന് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ്, ഗോൾഡ് ഫണ്ടുകളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഗോൾഡ് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പണിക്കൂലി ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്കുണ്ടാകുന്നത് സ്റ്റോറേജ് കോസ്റ്റാണ്. ഏത് നിക്ഷേപത്തെ നമ്മൾ കരുതുമ്പോഴും പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. ഒന്ന് സേഫ്റ്റിയാണ്, 2 സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷ, 2ാമത് ലിക്വിഡിറ്റിയാണ്. അത് വിറ്റുമാറാൻ പറ്റുമോ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ 100 പവനുണ്ട്. ഏതെങ്കിലും ജ്വല്ലറിക്കാർ 100 പവൻ പെട്ടെന്ന് എടുത്തിട്ട് അത് ക്യാഷാക്കി തരുമോ? ക്യാഷാക്കി ബാങ്ക് അക്കൗണ്ടിൽ തരുമോ? അതും പ്രധാനപ്പെട്ടതാണ്. പിന്നെ മറ്റൊന്ന് റിട്ടേൺ ആണ്. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശരാശരി പണപ്പെരുപ്പം ഇന്ത്യയിൽ വളരെ കുറവാണ്. ശരാശരി പണപ്പെരുപ്പം 7% എന്ന് നമ്മൾ കരുതിയാൽ നമുക്ക് 7% മുകളിലേക്കുള്ള ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടണം, എന്നാൽ മാത്രമേ മുതലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും നിക്ഷേപങ്ങളൊക്കെ ഉണ്ടോ? അതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. സ്വർണത്തെ സംബന്ധിച്ച് ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ 8 മുതൽ 9% വരെ ശരാശരി നിക്ഷേപ നേട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണത്തെ ഒരു നിക്ഷേപമായിട്ട് കരുതാം. പക്ഷെ നിക്ഷേപിക്കുന്ന രീതി വ്യത്യസ്തമാണ്. മറ്റ് നിക്ഷേപ മാർഗങ്ങൾ നിരവധിയുണ്ട് നമ്മുടെ നാട്ടിൽ. വളരെ റെഗുലേറ്റഡ് ആയിട്ടുള്ള നിരവധി ഓപ്ഷനുകൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിലൊന്ന് ക്യാപിറ്റൽ മാർക്കറ്റാണ്. മറ്റൊന്ന് നമുക്ക് പബ്ലിക് വെൽഫെയർ സ്കീംസുകൾ, വളരെ വലിയ സ്കീമുകളുണ്ട്. NPS പോലെ, സുകന്യ സമൃദ്ധി പോലെ, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് പോലെ നിരവധി ഓപ്ഷനുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഓരോന്നിൻ്റെയും സേഫ്റ്റിയും ലിക്വിഡിറ്റിയും റിട്ടേണും നോക്കി, നമ്മുടെ ആവശ്യങ്ങൾ നോക്കി, പിന്നൊന്ന് അതിന് എത്ര ചെലവ് വേണ്ടി വരും. 1 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങാൻ വേണ്ടി, സ്വർണ്ണ ആഭരണം വാങ്ങാൻ വേണ്ടി ഞാൻ 20,000 രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ 16,000 രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വരുന്നു. അതിൻ്റെ കോസ്റ്റാണത്. നമ്മളൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രോഡക്റ്റിന് അലോക്കേഷൻ ഫീ ഉൾപ്പെടെ 15% വരുന്നു. അതിൻ്റെ കോസ്റ്റാണ്. അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ നിക്ഷേപത്തെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമീപിക്കണം. ഈ നിക്ഷേപത്തിന്റെ കാര്യം പറയുമ്പോൾ ബാങ്കിൽ ഫിക്സ്ഡ് ഇടുന്നതാണോ അതോ SIP പോലുള്ള പ്ലാനുകളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഒക്കെ പണം നിക്ഷേപിക്കുന്നതാണോ നല്ലത്? നമ്മൾ ഒരു വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് പോകേണ്ട ലക്ഷ്യമാണ്, പോകേണ്ട സ്ഥലമാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. നിക്ഷേപം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിളാണ്. സ്വർണം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിളാണ്, ഒരു നിക്ഷേപ വാഹനമാണ്. ഷെയർ എന്ന് പറയുന്നതും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതും ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നതും ഒക്കെ തന്നെ ഓരോ ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിളാണ്.
അപ്പോൾ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് ലക്ഷ്യം അറിഞ്ഞിരിക്കണം, ആവശ്യം കൃത്യമായി ഡിഫൈൻ ചെയ്യണം. ഹ്രസ്വകാല ആവശ്യങ്ങൾക്ക് ഒരിക്കലും ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആയിരിക്കില്ല നല്ലത്. ദീർഘകാല ആവശ്യങ്ങൾക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെ കൃത്യമായി ഡിഫൈൻ ചെയ്യുകയും നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളതും പരിശോധിച്ച് മാത്രം നിരവധി നിക്ഷേപ അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ റെഗുലേറ്റഡ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് അവൈലബിൾ ആണ്. ഒരാൾക്ക് അത്യാവശ്യം കൂടുതൽ പണം കയ്യിൽ വന്നാൽ ബാങ്കിൽ ഫിക്സ്ഡ് ഇട്ടാലുള്ള നേട്ടം എന്താണ്? ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്സിനെ സംബന്ധിച്ച് നേട്ടവും കോട്ടവും ഉണ്ട്. നമ്മൾ ഒരു നിക്ഷേപത്തെ പരിഗണിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. അടുത്ത വർഷം ആവശ്യമുള്ള ഒരു 15 ലക്ഷം രൂപ അല്ലെ 20 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആയിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ നല്ലത്. നേരെ മറിച്ച് 10 വർഷം കഴിഞ്ഞിട്ടുള്ള റിട്ടയർമെന്റ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരാവശ്യത്തിനുള്ള പണമാണെങ്കിൽ അതിന് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഒരിക്കലും നല്ലതായിരിക്കില്ല. കാരണം ഒരു വശത്ത് നമ്മുടെ ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചായയുടെ വില 10 വർഷം മുമ്പ് 6 രൂപ, 20 വർഷം മുമ്പ് ചായയുടെ വില 2 രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് 12 രൂപയാണ് ഒരു ചായയുടെ വില. വരുന്ന 10 വർഷം കഴിയുമ്പോൾ ഒരു ചായയുടെ വില 24 രൂപയും അടുത്ത 20 വർഷത്തിൽ 48 രൂപയും ആവും. അതായത് 30 വയസ്സുള്ള ഒരാള് അയാളുടെ 60ാമത്തെ വയസ്സിൽ ഒരു ചായ കുടിക്കണമെങ്കിൽ 100 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വശത്ത്. മറ്റേ സൈഡിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ്സിനെ കുറിച്ച് നോക്കുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ്സിൽ 2010 ശരാശരി പലിശ നിരക്ക് 10.5% ഇന്ന് ശരാശരി പലിശ നിരക്ക് ബാങ്കുകളുടെ പലിശ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 7%, 7.5% വരെയാണ്. അത് ഇനിയും കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ എപ്പോഴും 3 വർഷത്തിൽ കൂടുതൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്സുകൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വർഷവും എടുത്ത് FDകൾ റീഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലിശ കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വശത്ത് ചെലവ് വർദ്ധിക്കുകയും മറുവശത്ത് പലിശ കുറയുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അവിടെ മണി വാല്യൂവിൽ നമുക്ക് കിട്ടുന്നതും നമുക്ക് ചെലവാകുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകും. ഇവിടെയാണ് നമ്മൾ FD മുഴുവൻ പണവും ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കാതെ കൃത്യമായി നമ്മുടെ പണത്തെ വ്യത്യസ്തമായിട്ടുള്ള അസറ്റുകളിൽ കൃത്യമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിക്ഷേപിക്കണം. ആവശ്യങ്ങൾക്കനുസരിച്ച് അലോക്കേഷൻ കൊടുക്കണം. 100 രൂപയുണ്ടെങ്കിൽ ആ 100 രൂപയെ നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിഗണിക്കുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ദീർഘകാല, ഹ്രസ്വകാല, മധ്യകാല ആവശ്യങ്ങളായിട്ട് തരംതിരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്സ്, നമുക്ക് NPS, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, അങ്ങനെയുള്ള വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് സേഫ്റ്റിയും ലിക്വിഡിറ്റിയും റിട്ടേണും അതോടൊപ്പം തന്നെ കോസ്റ്റും കൂടിയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഏത് പ്ലാൻ എടുത്തു കഴിഞ്ഞാലും ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ചില നെഗറ്റീവ് വശം കൂടി ഉണ്ടാവുമല്ലോ. ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളിലെ കോട്ടങ്ങൾ എന്താണ്, പ്രത്യേകിച്ച് ഈ SIP പോലെയുള്ളതിൽ? ഒപ്പം തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ നിക്ഷേപിച്ച പണം നഷ്ടമാകാൻ ഇടയുണ്ടോ? ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ, ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ദീർഘകാല നിക്ഷേപങ്ങളിൽ ഒന്ന് SIP ആണ്, സംശയമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SIP നിക്ഷേപം നമ്മൾ പരിഗണിക്കുമ്പോൾ അത് ദീർഘകാല ആവശ്യത്തിനായിരിക്കണം. ഒരു വർഷത്തെയോ 2 വർഷത്തെയോ ആവശ്യത്തിന് മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലുള്ള SIPകൾ ഒരിക്കലും നമുക്ക് ഒരു പോസിറ്റീവ് റിട്ടേൺ തരുമെന്ന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അതുതന്നെയാണ് അതിൻ്റെ നെഗറ്റീവ് സൈഡ്. നമുക്ക് ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഗ്യാരണ്ടീഡ് ആയിട്ട് അത് കയറും എന്ന് പറയാൻ പറ്റുന്ന ഒരു നിക്ഷേപമല്ല ഇക്വിറ്റി SIPs. നേരെ മറിച്ച് ഫിക്സഡ് ഇൻകം കാറ്റഗറിയിൽ പെടുന്ന SIPs ഉണ്ട്. വലിയ മാറ്റങ്ങളില്ലാത്ത ചലിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയും. അതിൽ താരതമ്യേന നമ്മുടെ ബാങ്ക് FDയുമായിട്ടോ അല്ലെങ്കിൽ ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ കുറച്ചും കൂടെ റിട്ടേൺ കിട്ടുന്നതായിട്ടുള്ള SIPകളുണ്ട്. ഹ്രസ്വകാല ആവശ്യങ്ങൾക്ക് നമുക്ക് അതിൽ നിക്ഷേപിക്കാം. ഇതിന്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഹ്രസ്വകാല ചാഞ്ചാട്ടങ്ങളാണ്. ഒരു വർഷത്തിൽ 100% റിട്ടേൺ കാണിച്ചത് ചിലപ്പോൾ അടുത്ത വർഷം നെഗറ്റീവ് റിട്ടേൺ കാണിക്കാം. മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി SIPs പ്രത്യേകിച്ചും. ഡെറ്റ് SIPസും ചില സമയങ്ങളിൽ 1 മാസത്തേക്കുള്ള വ്യത്യാസങ്ങളൊക്കെ കാണിക്കാറുണ്ടെങ്കിലും കൂടുതൽ ഫ്ലക്ച്വേഷൻ വരുന്നത് ഇക്വിറ്റി SIPസിലാണ്. അപ്പോൾ നമ്മൾ അതിന് നെഗറ്റീവ് സൈഡായിട്ട് പറയാൻ പറ്റുന്നത് ഈ ഫ്ലക്ച്വേഷൻസ് ആണ്. നമ്മുടെ റിസ്ക് പ്രൊഫൈലിനനുസരിച്ച് നമുക്ക് ഇണങ്ങുന്നതാണോ ഇത്തരത്തിലുള്ള ചാഞ്ചാട്ടം? നമ്മളിത് കണ്ടാൽ നമ്മൾ ഭയപ്പെട്ടു പോകുമെങ്കിൽ ഒരു കാരണവശാലും SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്.